യെസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് നഴ്സസ് അക്കാഡമി. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണല്ലേ. നമ്മൾ എല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ട ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ പറഞ്ഞ എക്സാം നോട്ടിഫിക്കേഷൻ തൊട്ട് മുൻപായിട്ട് തന്നെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും തിയറിയോടൊപ്പം തന്നെ അതെല്ലാം ഡിസ്കസ് ചെയ്തിരിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചോദ്യം അതിന്റെ എല്ലാ ഓപ്ഷനും അടങ്ങി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഏതൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ കൊണ്ട് എഴുതാൻ സാധിക്കും. സോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ 2016 നടന്ന ESI എക്സാമിന്റെ അടുത്തൊരു പാർട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആദ്യം വായിക്കണം. ദ ചീഫ് റെഗുലേറ്ററി എമംഗ് ദ ഇമ്മ്യൂൺ സെൽസ് ആർ കാൾഡ് as ഏതാ? ദ ഹെൽപ്പർ T സെൽസ് ആണോ, ഓർ ദ മെമ്മറി T സെൽസ് ആണോ, ഓർ ദ ബി ലിംഫോസൈറ്റ് ആണോ, ഓർ ദ ന്യൂട്രോഫിൽ ആണോ? ആൻസർ കിട്ടുന്നുണ്ടോ? യെസ്. അപ്പൊ ആദ്യം അറിയേണ്ട കാര്യം, ഈ ഒരു ചോദ്യം കിട്ടുമ്പോൾ ആദ്യം അറിയേണ്ട കാര്യം, WBC അല്ലെങ്കിൽ ദ ലൂക്കോസൈറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് എത്ര ടൈപ്പ് ഉണ്ട്? ദ WBC അല്ലെങ്കിൽ ദ ലൂക്കോസൈറ്റ് പ്രധാനമായിട്ട് എത്ര ടൈപ്സ് ഉണ്ടായിരിക്കും? 2 ടൈപ്സ് ഉണ്ടല്ലേ. ദ WBC അല്ലെങ്കിൽ ദ ലൂക്കോസൈറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാ? ഇത് ഗ്രാനുലാറും ഉണ്ട്, ഗ്രാനുലാറും ഉണ്ട്, ആൻഡ് എഗ്രാനുലാറും ഉണ്ടല്ലേ. കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. ഇത് ഗ്രാനുലാർ ലൂക്കോസൈറ്റും ഉണ്ട്, ആൻഡ് എഗ്രാനുലാർ ലൂക്കോസൈറ്റും ഉണ്ട്. ഇതിൽ ഗ്രാനുലാർ ലൂക്കോസൈറ്റിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാ? നിങ്ങൾക്ക് അറിയാവുന്ന പേരുകൾ തന്നെയാണ്. ഈ പറഞ്ഞ ഗ്രാനുലാർ WBC എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ അറിയാമോ? ന്യൂട്രോഫിൽ ഒരു എക്സാമ്പിൾ അല്ലേ? ന്യൂട്രോഫിൽ ഒരു എക്സാമ്പിൾ അല്ലേ? ആണ്. ന്യൂട്രോഫിൽ ഒരു എക്സാമ്പിൾ ആണ്. ആൻഡ് ഈസ്നോഫിൽ ഒരു എക്സാമ്പിൾ അല്ലേ? ആൻഡ് ഈസ്നോഫിൽ ഒരു എക്സാമ്പിൾ ആണ്. ആൻഡ് ദ ബാസോഫിൽ ഒരു എക്സാമ്പിൾ അല്ലേ? മറക്കരുത്. ദ ഗ്രാനുലാർ WBC എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ദ ന്യൂട്രോഫിൽ ഉണ്ട്, ആൻഡ് ദ ഈസ്നോഫിൽ ഉണ്ട്, ആൻഡ് ദ ബാസോഫിൽ ഉണ്ട്. ഈ പറഞ്ഞ മൂന്നെണ്ണം അത് എന്ത് ടൈപ്പാ? ചോദ്യം ഉണ്ടായിരിക്കും. ഈ ചോദ്യം തന്നെ ഇങ്ങനെയും ചോദിക്കാം. താഴെ പറയുന്നവയിൽ ഇത് ഗ്രാനുലാർ WBCക്ക് എക്സാമ്പിൾ ഏതൊക്കെയുണ്ട്? ദ ന്യൂട്രോഫിലുണ്ട്, ഈസ്നോഫിലുണ്ട്, ആൻഡ് ദ ബാസോഫിലും ഉണ്ടല്ലേ. സോ മറക്കരുത്. ഇനി ഇതേ ചോദ്യത്തിൽ ഫസ്റ്റ് ദ ന്യൂട്രോഫിൽ എന്ത് കണ്ടു? ഇതേ ചോദ്യത്തിൽ ദ ന്യൂട്രോഫിൽ അത് എന്ത് ടൈപ്പ് മനസ്സിലായല്ലോ? ഇത് ഗ്രാനുലാർ അല്ലേ. ഇത് ഗ്രാനുലാർ ലൂക്കോസൈൻ എക്സാമ്പിൾ ആണ്. ഇതിലെ ഓപ്ഷൻ ദ ന്യൂട്രോഫിൽ എന്ന് പറയുന്നത്. ഇന്ന് ശരിയുത്തരം അപ്പൊ എന്തായിരിക്കും? ശരിയുത്തരം എപ്പോഴും എന്തായിരിക്കും? അത് പറയുമ്പോൾ ഇത് ബാക്കി നോക്കണ്ടേ? ഇതിന്റെ ബാക്കി നോക്കണ്ടേ? യെസ്. ഇനി ഇത് ഗ്രാനുലാർ പറഞ്ഞു. അടുത്ത ടൈപ്പ് എഗ്രാനുലാർ എന്ന് എവിടെയും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും എഗ്രാനുലാർ ലൂക്കോസൈറ്റ് കേട്ടിട്ടുണ്ടല്ലേ? എന്ത് സംഭവം എന്താ? സ്റ്റെയിനിങ് സമയത്ത് ഈ പറഞ്ഞ ഗ്രാനുൾസ് ഒരിക്കലും വിസിബിൾ ആയിരിക്കും അല്ലേ. ഈ പറഞ്ഞ എഗ്രാനുലാർ എന്ന് പറയുമ്പോൾ സ്റ്റെയിനിങ് സമയത്ത് ഈ പറഞ്ഞ ഗ്രാനുൾസ് ഒന്നും വിസിബിൾ അല്ലായിരിക്കും അല്ലേ. ഇത് വിസിബിൾ അല്ലായിരിക്കും. അത് എത്ര ടൈപ്പ് ഉണ്ട്? അത് 2 ടൈപ്പ് ഉണ്ട് അല്ലേ. അത് 2 ടൈപ്പ് ഉണ്ട്. പേരേതൊക്കെയാ അറിയാം? ആരെങ്കിലും എവിടെയെങ്കിലും ഇത് ലിംഫോസൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ലിംഫോസൈറ്റ് എന്താ? ഇറ്റ് ഇസ് എഗ്രാനുലാർ ലൂക്കോസൈറ്റ് ആണ്. ദ ലിംഫോസൈറ്റ് എന്ത് ടൈപ്പാ? എഗ്രാനുലാർ ലൂക്കോസൈറ്റ് ആണ്. മറക്കരുത്. ചോദിച്ചാൽ എഴുതണം. എഴുതുന്നുണ്ട് ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എഗ്രാനുലാർ ലൂക്കോസൈറ്റ് ആണ്. മറക്കരുത്. ഇനി അടുത്ത വേറെ എക്സാമ്പിൾ ഉണ്ടോ? എനിയോ വേറെ എക്സാമ്പിൾ ഉണ്ടോ? എല്ലാവരും പറയണം. വേറെ എക്സാമ്പിൾ ഉണ്ടോ? പറയണം. ഇതേ പറഞ്ഞ ദ ലിംഫോസൈറ്റ് എത്ര ഉണ്ട്? ഇതേ പറഞ്ഞില്ലേ ദ ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞില്ലേ. ആ ലിംഫോസൈറ്റ് ടൈപ്പ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ലിംഫോസൈറ്റ് ബോഡിയുടെ ഈ പറഞ്ഞ എന്ത് മെക്കാനിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ദ ലിംഫോസൈറ്റ് നമ്മുടെ ബോഡിക്കകത്ത് അത് എന്ത് മെക്കാനിസം സഹായിക്കുന്നത്?
ഇമ്മ്യൂൺ മെക്കാനിസത്തിനല്ലേ? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ലിംഫോസൈറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ മെക്കാനിസത്തിനല്ലേ? നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ മെക്കാനിസത്തിന് സഹായിക്കുന്ന ആരും ചോദിച്ചു കഴിഞ്ഞാൽ ലിംഫോസൈറ്റ് ആണ്. നമ്മുടെ ബോഡിയുടെ ഈ ബോഡിക്കകത്തുള്ള എന്താണ് ഇമ്മ്യൂൺ മെക്കാനിസം സഹായിക്കുന്ന ആരാ? ദ ലിംഫോസൈറ്റ് ആണ്. മാത്രമല്ല ദ ലിംഫോസൈറ്റിന് ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഇത് വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഈ സെല്ലുകൾ ദ ലിംഫോസൈറ്റ് സെല്ലുകൾ വളരെ വളരെ ലാർജ് സെല്ലായിരിക്കും അല്ലേ? ദ ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ വളരെ ലാർജ് സെല്ലായിരിക്കും ഇതല്ലേ? വളരെ ലാർജ് സെല്ലായിരിക്കും. അത് പ്രത്യേകം എന്താ? ആർക്ക് പറയാം? വളരെ ലാർജ് സെല്ലായിരിക്കും. പ്രത്യേകം എന്താ? ആർക്ക് പറയാം? സൈറ്റോപ്ലാസം വിസിബിൾ ആയിരിക്കും. ഇവിടെ വിസിബിൾ ആയിരിക്കുമല്ലോ. സൈറ്റോപ്ലാസം വിസിബിൾ ആയിട്ടുള്ള വളരെ ലാർജ് സെല്ലുകളാണ് ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത് അല്ലേ? വളരെ ലാർജ് സെല്ലാണ്. പ്രധാനമായിട്ടും നമ്മുടെ ബോഡിയിൽ ടോട്ടൽ എത്ര ടൈപ്സ് ഓഫ് ദ ലിംഫോസൈറ്റ് ഉണ്ട്? ബോഡിയിൽ പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് ലിംഫോസൈറ്റ് ഉണ്ട്. ഫസ്റ്റ് ഏതാ? ദ ടി ലിംഫോസൈറ്റും ഉണ്ട്. സെക്കൻഡ് ഏതാ? ആൻഡ് ദ ബി ഉണ്ടല്ലേ? ദ ടീം ഉണ്ട് ആൻഡ് ദ ബിയും ഉണ്ട്. ദ ടീം ഉണ്ട് ആൻഡ് ദ ബിയും ഉണ്ട്. ബോഡിയിൽ പ്രധാനമായിട്ടും 2 ടൈപ്സ് ഓഫ് ദ ലിംഫോസൈറ്റും ഉണ്ട്. ഏതൊക്കെയാ? ദ ടി ലിംഫോസൈറ്റും ഉണ്ട് ആൻഡ് ദ ബി ലിംഫോസൈറ്റും ബോഡിക്കകത്തുണ്ട്. മറക്കരുത്. സോ നമ്മുടെ ബോഡിയിൽ എഗ്രാനുലർ ലൂക്കോസൈറ്റ് എന്ന് പറയുമ്പോൾ, ബോഡിക്കകത്ത് എഗ്രാനുലർ ലൂക്കോസൈറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റെയിനിങ്ങിന് ശേഷം അവിടെ ഈ പറഞ്ഞ ദ ഗ്രാനുൾസ് വിസിബിൾ ആയിരിക്കത്തില്ല. അത് മറക്കരുത്. എന്താ? സ്റ്റെയിനിങ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ പറഞ്ഞ ഗ്രാനുൾസ് ഒരിക്കലും എന്താണ് ദ ഗ്രാനുലർ ലൂക്കോസൈറ്റ് വിസിബിൾ ആയിരിക്കത്തില്ല. അവ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ദ ലിംഫോസൈറ്റും ആർക്ക് പറയാറേ അതിന്റെ പ്ലാസ്മ സെൽസ് ഉണ്ടല്ലോ. ഉണ്ട്. ഇതേ സംഭവം ലിംഫോസൈറ്റ് എത്ര ഉണ്ട്? ഏതുണ്ട്? ദ ടി ഉണ്ട് ആൻഡ് ദ ബി ഉണ്ടല്ലേ? ആദ്യം ഏറ്റവും ദ പ്രൈമറി ക്ലാസിഫിക്കേഷൻ ആണ്. ദ ടിയും ബിയും എന്ന് പറയുന്നത് ഇത് പ്രൈമറി ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി അറിയേണ്ട കാര്യം ഇവിടുത്തെ നമ്മുടെ ചോദ്യം വന്ന ഭാഗം നോക്കണം. ദ ചീഫ് റെഗുലേറ്ററി എമംഗ് ദ ഇമ്മ്യൂൺ സെൽസ് ആരെന്നാണ് ചോദ്യം. ദ ഹെൽപ്പർ ടി സെൽസ് ആണോ, ഓർ ദ മെമ്മറി ടി സെൽസ് ആണോ, ഓർ ദ ബി ലിംഫോസൈറ്റ് ആണോ, ഓർ ദ ന്യൂട്രോഫിൽ എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. യെസ് അല്ലേ? ആണ്. ആരും ശ്രദ്ധിച്ചായിരുന്നു? അപ്പൊ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം കുറെ കാര്യം പറഞ്ഞു അല്ലേ? ഈ ഒരു ചോദ്യത്തിന് ചോദിക്കാവുന്ന കുറെ കാര്യം മതി. ഇനിയാണ് ഈ ഒരു ഉത്തരത്തിന്റെ ഓപ്ഷനിലോട്ട് വരുന്നത്. ഇനിയാ വരുന്നത്. സോ നോക്കാം. ഇത് ദ ടി ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൽ തന്നെ ദ ടി ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആർക്ക് പറയാം? ദ ടി ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് അറിയേണ്ട കാര്യം, ദ ടി ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ ലിംഫോസൈറ്റ് എടുക്കുമ്പോൾ അതിന്റെ ഏകദേശം ഒരു 75% കാണുന്ന ആരായിരിക്കും? ദ ടി ലിംഫോസൈറ്റ് ആയിട്ട്. നമ്മുടെ ടോട്ടൽ ലിംഫോസൈറ്റ് എടുക്കുമ്പോൾ അത് 75% വരുന്ന ആരാ? ദ ടി ലിംഫോസൈറ്റ് ആണ്. അടുത്തൊരു ചോദ്യമുണ്ട്. ദ ടി ലിംഫോസൈറ്റുമായി ബന്ധപ്പെട്ട് അടുത്തൊരു ചോദ്യമുണ്ട്. ഈ പറഞ്ഞ ദ ടി ലിംഫോസൈറ്റിന്റെ ദ ഫൈനൽ മെച്യൂറേഷൻ നടക്കുന്ന ബോഡിയിൽ എവിടെ വെച്ചാ? ചോദ്യം ഉണ്ടായിരുന്നു. ദ ടി ലിംഫോസൈറ്റിന്റെ ദ ഫൈനൽ മെച്യൂറേഷൻ ബോഡിയിൽ എവിടെ വെച്ച് നടക്കും? ആർക്ക് പറയാം? ടൈപ്പ് ഓഫ് ഗ്ലാൻഡ് ആണ്. ഏത് ഗ്ലാൻഡ് ആയിരിക്കും അവിടെ? ആരെങ്കിലും ദ തൈമസ് ഗ്ലാൻഡ് കേട്ടിട്ടുണ്ടോ? തൈമസ് ഗ്ലാൻഡ്. ദ തൈമസ് ഗ്ലാൻഡിൽ വെച്ചാണ് എന്താണ് ദ ടി ലിംഫോസൈറ്റിന്റെ ദ മെച്യൂറേഷൻ നടക്കുന്നത്. മറക്കരുത്. ദ ടി ലിംഫോസൈറ്റ് ചോദിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ടോട്ടൽ ലിംഫോസൈറ്റിന്റെ 75% ആരാ? ദ ടി ലിംഫോസൈറ്റ് ആണ്. ആ ടി ലിംഫോസൈറ്റിന്റെ ഫൈനൽ മെച്യൂറേഷൻ നടക്കുന്നത് എവിടെ വെച്ചാ? ദ തൈമസ് ഗ്ലാൻഡിൽ വെച്ചാണ്. ഇനി ഫങ്ഷൻ ഓഫ് ദ ടി ലിംഫോസൈറ്റ് എന്താ? ഇനി ഫങ്ഷൻ ഓഫ് ടി ലിംഫോസൈറ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ ദ സെല്ലുലാർ പറയണം സെല്ലുലാർ
സെല്ലുലാർ ഇമ്മ്യൂണിറ്റി നൽകുന്ന ആരാ? സെല്ലുലാർ ഇമ്മ്യൂണിറ്റി ബോഡിയിൽ നൽകുന്ന ആരാ? ദ ടി ലിംഫോസൈറ്റ് ആണ്. ദ ടി ലിംഫോസൈറ്റ് ആർ ദ റെസ്പോൺസിബിൾ ഫോർ ദ ബോഡീസ് സെല്ലുലാർ ഇമ്മ്യൂണിറ്റി സഹായിക്കുന്നു. മറക്കരുത്, ചോദിച്ചാൽ എഴുതണം. എഴുതല്ലോ അവിടെ. ബോഡിയിൽ ഒരു വൈറസ് ഒക്കെ ഒരു സമയത്ത് പ്രധാനമായിട്ടും അതിനെ എന്താണ്, അതിനെ തോൽപ്പിക്കാൻ സഹായിക്കുന്ന ഇവരാണ്. ഇനി അറിയേണ്ട കാര്യം, ഇത്രയും കാര്യം പറഞ്ഞു, ടി ലിംഫോസൈറ്റിനെ കുറിച്ച് ഇത്രയും കാര്യം പറഞ്ഞു. എന്നിട്ടും നമ്മുടെ ആൻസറിലോട്ട് എത്തുന്നില്ല അല്ലേ? കണ്ടായിരുന്നോ? ഇനി എത്തുന്ന ഇനിയാണ് നമ്മൾ ഈ പറഞ്ഞ കംപ്ലീറ്റ് ഓപ്ഷനിലോട്ട് എത്തുന്നത്. ഇത്രയും സമയം ടി ലിംഫോസൈറ്റും ബാക്കി എല്ലാം പറഞ്ഞു. ഇനിയാണ് നമ്മൾ ഓപ്ഷനിലോട്ട് എത്തുന്നത്. ഇത് ടി ലിംഫോസൈറ്റ് ടോട്ടൽ എത്ര ഉണ്ട്? ടി ലിംഫോസൈറ്റ് ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും? ആർക്കറിയാം? there are 4 types അല്ലേ? ദ ടി ലിംഫോസൈറ്റ് പ്രധാനമായിട്ടും 4 types ഉണ്ട്. ഏതാ പേരറിയാമോ? ദ ടി ലിംഫോസൈറ്റ് പ്രധാനമായിട്ടും 4 types ഉണ്ട്. ഏതൊക്കെയാ? അവിടെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഓപ്ഷനിലോട്ട് ചോദ്യം എത്തുന്നത്. ഫസ്റ്റ് ഏതാ? ഇസ് ദ ഹെൽപ്പർ. ഫസ്റ്റ് ഏതാ? ഈ ഓപ്ഷനിൽ കാണുന്നത് ദ ഹെൽപ്പർ അല്ലേ? ദ ഹെൽപ്പർ ഉണ്ട്. സെക്കൻഡ് ഏതായിരിക്കും? ആർക്കറിയാം? ഇസ് ദ മെമ്മറി അല്ലേ? ഇത് മെമ്മറി ഓപ്ഷനിൽ കാണുന്നുണ്ടോ? ഇത് മെമ്മറി. ഇനി വേറെ ഓപ്ഷൻ ഉണ്ടോ? ഇനിയും കൂടെ ടൈപ്പ് ചെയ്താ ദ സൈറ്റോടോക്സിക് നേടുന്നുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ദ സൈറ്റോടോക്സിക് ടി ലിംഫോസൈറ്റ്, ദ സൈറ്റോടോക്സിക് ടി ലിംഫോസൈറ്റും ഉണ്ട്. അടുത്ത ടൈപ്പ് ചെയ്താ ദ സപ്രസർ ടി ലിംഫോസൈറ്റ്, ദ സപ്രസർ ടി ലിംഫോസൈറ്റ്. മറക്കരുത്, ടോട്ടൽ എത്ര ടൈപ്സ് ഓഫ് ടി ലിംഫോസൈറ്റ് ഉണ്ട്? there are 4 types of ടി ലിംഫോസൈറ്റ് ഉണ്ട്. ഫസ്റ്റ് ഏതാ? ദ ഹെൽപ്പർ ടി സെൽസ് ഉണ്ട്. ദ സെക്കൻഡ് ഏതാ? ദ മെമ്മറി ടി സെൽസ് ഉണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഏതാ? ദ സൈറ്റോടോക്സിക് ടി ലിംഫോസൈറ്റ് ഉണ്ട്. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഏതാ? ദ സപ്രസീവ് ടി ലിംഫോസൈറ്റ് ഉണ്ട്. ഇതാണ് ദ മേജർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ചോദ്യം ഇവിടെ ചോദിക്കാം. ദൈവന്മാരുടെ എല്ലാം അനദർ നെയിംസ് ഏതാ? ചോദ്യം അതുകൂടെ വരും. ഇവന്മാരുടെ എല്ലാം ഇവന് വേറെ പേരുണ്ടോ? ആർക്കറിയാം? വേറെ പേരുണ്ടോ? എനിയോൺ? ആർക്കും പറയാം? ഈ പറഞ്ഞ ദ ഹെൽപ്പറിന്റെ മറ്റൊരു പേരെന്താ? ഈ പറഞ്ഞ ദ ഹെൽപ്പറിന്റെ മറ്റൊരു പേര് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ കാണുന്നതാണ്. ദ CD4+ സെൽസ് അല്ലേ? ദ CD4+ സെൽസ് എന്ന് പറയുന്ന ആരാ? ഇത് ഹെൽപ്പർ സെൽസ് ആണ്. ദ CD4+ സെൽസ് എന്നറിയപ്പെടുന്ന ആരാ? ദ ഹെൽപ്പർ ടി ലിംഫോസൈറ്റ് ആണ്. വേറെ പേരുണ്ടോ? ഓർ ഇറ്റ് ഇസ് വീണ്ടും വിളിക്കാം ഇസ് ഇൻഡ്യൂസർ അല്ലേ? ഇറ്റ് ഇൻഡ്യൂസർ ടി സെൽസ് വിളിക്കാം അല്ലേ? ഇൻഡ്യൂസർ ടി സെൽസ് എന്ന് വിളിക്കാം. മറക്കരുത്, ദ ഹെൽപ്പർ ടി സെൽസിനെ വിളിക്കുന്ന മറ്റു പേരെന്തൊക്കെയാ? ഹെൽപ്പർ ടി സെൽസ് മറ്റൊരു ഏതൊക്കെയാ? ദ CD4+ സെൽസ് എന്നും ആൻഡ് ഇൻഡ്യൂസർ സെൽസ് എന്നും വിളിക്കാം. ഒരു ചോദ്യം ഇത് എപ്പോഴും കേരള PC ഉടൻ ചോദിക്കാറുണ്ട്. നോർമൽ ദ CD4 കൗണ്ട് എത്രയാണ്? ഏറ്റവും ദ നോർമൽ CD4 കൗണ്ട് എത്രയും ചോദിക്കും. എത്രയാണ്? ഒരു 500 തൊട്ട് 1500 സെൽസ് അല്ലേ? 500 മുതൽ 1500 സെൽസ് പെർ മില്ലിമീറ്റർ ക്യൂബ് ആണ് ഏറ്റവും ദ നോർമൽ CD4 കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ? ചോദ്യം വന്നിരിക്കും. ദ ഹെൽപ്പർ ടി സെൽസിനെ വിളിക്കുന്ന മറ്റു എന്തൊക്കെയുണ്ട് പേര്? CD4 സെൽസ് വിളിക്കാറുണ്ടല്ലേ? ദ CD4 ടി സെൽസ് എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് ഇൻഡ്യൂസർ ടി സെൽസ് എന്ന് ചോദിച്ചാലും അവനും ഇത് ഹെൽപ്പർ ടി സെൽസ് തന്നെയാണ്. ചോദ്യം വീണ്ടും ചോദിക്കാം. ഏറ്റവും ദ നോർമൽ ദ CD4 കൗണ്ട്. ഈ ക്വസ്റ്റ്യൻ കണ്ടുണ്ടല്ലോ. എത്രയായിരിക്കും? ഒരു 500 മുതൽ 1500 സെൽസ് പെർ ദ മില്ലിമീറ്റർ ക്യൂബ് ആണ് ഏറ്റവും നോർമൽ എന്ന് പറയുന്നത്. ഫങ്ഷൻ എന്തായിരിക്കും? ഈ പറഞ്ഞ ഇത് ബാക്കിയുള്ള ടി ലിംഫോസൈറ്റ് ഇല്ലേ? ഈ പറഞ്ഞ ബാക്കിയുള്ള ഇത് മെമ്മറി ആയാലും ദ സൈറ്റോടോക്സിക് ആയാലും ദ സപ്രസീവ് ആയാലും അവയെല്ലാം എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും
ആൻഡ് റെഗുലേറ്റ് ചെയ്യുന്ന ആരായിരിക്കും? ഇവനാണ്. ഇപ്പഴത്തെ ബോഡിക്ക് അതുള്ള ഇത് ബാക്കിയുള്ളത് ഈ പറഞ്ഞ എല്ലാ T സെൽസും ഇല്ലേ, ആ ബാക്കിയുള്ള എല്ലാ T സെൽസിനും, ഫോർ എക്സാമ്പിൾ ദ മെമ്മറി ആയാലും സൈറ്റോടോക്സിക് ആയാലും സപ്രസീവ് ആയാലും, ഇവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്യും, റെഗുലേറ്റ് ചെയ്യുകയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സെൽ ആരാ? ഇവനാണ്. ദ ഹെൽപ്പർ ആണ് ബാക്കി എല്ലാവരും. ആ പേരിൽ തന്നെയുണ്ട് ദ ഹെൽപ്പർ അല്ലേ, ആ പേരിൽ തന്നെ ഹെൽപ്പർ എന്ന് പറയുമ്പോൾ ഇവനാണ്. ഇത് മെമ്മറി ആയാലും സൈറ്റോടോക്സിക്കിനെ ആയാലും സപ്രസീവ് ആയാലും ഇവരെല്ലാം കൺട്രോൾ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ആരാ? ദ ഹെൽപ്പർ ആണ്, മറക്കരുത്. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിയർ ആയി. കാണുന്നുണ്ടോ? വളരെ ഡീറ്റെയിൽ പഠിക്കല്ലേ? വളരെ ഡീറ്റെയിൽ പഠിക്കുന്നത് കാണുന്നുണ്ടല്ലോ. ആ ഫസ്റ്റ് ഓപ്ഷനെ കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായല്ലോ. ഇത് 100% ആയിട്ട് ഇത് ഹെൽപ്പറിനെ കുറിച്ച് എല്ലാവരും ഇപ്പൊ തന്നെ പഠിച്ചു എന്ന് കരുതുന്നു. കാണുന്നുണ്ട്. ഇനി അടുത്ത കാര്യം, ഇത് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കും പറയാം? ഇത് മെമ്മറി T സെൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എന്ത് സംഭവം? ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ആദ്യം ഒരു ഇൻഫെക്ഷൻ വന്നു, ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരികയാണ്, ബോഡി ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ആ ഇൻഫെക്ഷന്റെ ദ മെമ്മറി കീപ്പ് ചെയ്തുകൊണ്ട് അടുത്ത അറ്റാക്ക് വരുമ്പോൾ എന്താണ് അതിന് ഇത് പ്രിവെന്റ് ചെയ്യാൻ നോക്കാറുണ്ട് അല്ലേ? ഇപ്പൊ ബോഡിയിൽ ഇപ്പൊ ഒരു അസുഖം വന്നു, ഇനി അടുത്ത് വരുമ്പോഴും ആ ഒരു മെമ്മറി അവിടെ കീപ്പ് ചെയ്യുന്ന ആരായിരിക്കും? ഇത് മെമ്മറി T സെൽസ് അല്ലേ? ഇത് എപ്പോഴും ഇറ്റ് ആൾവേസ് റിമെയിൻസ് അറ്റ് ദ ലിംഫോയിഡ് ടിഷ്യൂലാണ് എപ്പോഴും ആര് കാണുന്നത്? ഇൻ ദ ലിംഫോയിഡ് ടിഷ്യൂലാണ് എപ്പോഴും ഇത് മെമ്മറി T ലിംഫോസൈറ്റ് കാണുന്നത്. മറക്കരുത്, ചോദിച്ചെഴുതല്ലോ. എപ്പോഴും ഒരു ഇൻഫെക്ഷന്റെ ഇത് മെമ്മറി കീപ്പ് ചെയ്യുന്ന ആരും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മെമ്മറി T സെല്ലാണ്. എപ്പോഴും ഒരു ഇൻഫെക്ഷന്റെ ഇത് മെമ്മറി കീപ്പ് ചെയ്യുന്ന ആരും ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? ഇത് മെമ്മറി T സെൽസ് ആണല്ലേ. സോ ഈ ഓപ്ഷൻ കഴിഞ്ഞു. സെക്കൻഡ് ഓപ്ഷൻ കണ്ടു. ആൻഡ് ദ തേർഡ് ഓപ്ഷൻ ഏതാ? തേർഡ് ഓപ്ഷൻ ആരാ? ദ ബി ലിംഫോസൈറ്റ് അല്ലേ? ആരാണ്? പറയൂ. തേർഡ് ഓപ്ഷൻ ആരാ? ഇത് ബി ലിംഫോസ്. എന്താ ഇത് ബി ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ബോഡിയിലുള്ള ടോട്ടൽ ലിംഫോസൈറ്റിന്റെ ഏകദേശം 25% കാണുന്നത് ഇത് ബി ലിംഫോസൈറ്റ് ആണ്. ഫംഗ്ഷൻ എന്തായിരിക്കും? ഒരു കുട്ടി ജനിക്കുന്ന മുമ്പായിട്ട് അറ്റ് ദ ഫീറ്റൽ ലൈഫിൽ ഈ പറഞ്ഞ ദ ബി ലിംഫോസൈറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഫൈനൽ മെച്ചുറേഷൻ അവിടെ വെച്ചായിരിക്കും, ദ ലിവറിൽ വെച്ചായിരിക്കും അല്ലേ? ദ ഫൈനൽ മെച്ചുറേഷൻ ഒക്കേഴ്സ് ഇൻ ദ ലിവർ ഡ്യൂറിങ് ദ ഫീറ്റൽ ലൈഫ്. ഇൻ ദ ഫീറ്റൽ ലൈഫിൽ ഫൈനൽ മെച്ചുറേഷൻ അവിടെ വെച്ചായിരിക്കും, ഇൻ ദ ലിവറിലായിരിക്കും. ഈ പറഞ്ഞ ദ ബി ലിംഫോസൈറ്റിന്റെ ഫൈനൽ മെച്ചുറേഷൻ എന്താണ്? ഇത് ഫീറ്റൽ ലൈഫിലാണെങ്കിൽ ലിവറിൽ വെച്ച് ഈ അടുത്ത എവിടെ വെച്ചായിരിക്കും? ഇവിടെ ഈ പറഞ്ഞ ആഫ്റ്റർ ദ ബർത്തിന് ശേഷം എവിടെ വെച്ചായിരിക്കും? ആഫ്റ്റർ ദ ബർത്തിന് ശേഷം എവിടെ വെച്ചായിരിക്കും? ഇൻ ദ ബോൺ മാരോ. ആഫ്റ്റർ ദ ബർത്തിന് ശേഷം ബോൺ മാരിൽ വെച്ചാണ് ഇത് ബി ലിംഫോസൈറ്റ് മെച്ചുറേഷൻ നടക്കുക. അപ്പൊ ആലോചിക്കുക, ദ ഫീറ്റൽ ലൈഫിൽ ദ ബി ലിംഫോസൈറ്റിന്റെ ദ മെച്ചുറേഷൻ എവിടെ വെച്ചായിരിക്കും? ആ കുട്ടിയുടെ ഇൻ ദ ലിവറിൽ വെച്ച് അല്ലേ? ഇൻ ദ ലിവറിൽ വെച്ചാണ്. ആ കുട്ടി ജനിച്ച ശേഷം എവിടെ വെച്ചായിരിക്കും? ഇൻ ദ ബോൺ മാരോ. ചോദിച്ചെഴുതുമല്ലോ. യെസ്, ഇത് ക്ലിയർ ആയല്ലോ. യെസ്. അതിന് എത്ര ടൈപ്സ് ഉണ്ട്? എത്ര ടൈപ്സ് ബി ലിംഫോസൈറ്റ് ഉണ്ട്? ആർക്ക് പറയാം? എത്ര ടൈപ്പ് ഉണ്ടായിരിക്കും? 2 അല്ലേ? 2 ഉണ്ട്. പേരേതൊക്കെയാ? അവിടെയാണ് ഇറ്റ് ദ മെമ്മറി അല്ലേ? അവിടെ ഇസ് ദ മെമ്മറി എന്നും ആൻഡ് ദ പ്ലാസ്മ സെൽ എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? There are 2 types of the B lymphocyte. Is the memory ഉണ്ട് and the plasma സെല്ലും ഉണ്ട്. പറഞ്ഞ കാര്യമാണ്. സോ ഇത് അവസാന ഓപ്ഷൻ ഇസ് ദ ന്യൂട്രോഫിൽ ആണ്. ഇനി ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഇത്രയും സമയം ഇതിനെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്നു. ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ദ ചീഫ് റെഗുലേറ്റർ എമംഗ് ദ ഇമ്മ്യൂൺ സെൽസ് ആർ കാൾഡ് as. ഉത്തരം പറയണം. ഇത്രയും പറഞ്ഞു തന്നപ്പോൾ എല്ലാവർക്കും ഉത്തരം കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ആൻസർ മീ. ആരായിരിക്കും ബോഡിയുടെ? ദ ഹെൽപ്പർ സെൽസ് അല്ലേ? ഇത് ഹെൽപ്പർ സെൽസ് ആണ് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സെൽസിന്റെ ദ ചീഫ് റെഗുലേറ്റർ എന്ന് അറിയപ്പെടുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയോ? ഒരു ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടത്
എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. സോ എല്ലാവരും നന്നായിട്ട് ആത്മാർത്ഥത്തിൽ പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് ഉടനെ തന്നെ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.